ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹേശ്വരന്റെ ചതികള്, മഹേശ്വരന്റെ ആ ഒരു രഹസ്യം ആരും അറിയരുത് എന്ന് പറഞ്ഞ് ഇതുവരെ ഒളിപ്പിച്ചു വെച്ച രഹസ്യമാണ്. പക്ഷെ ഇന്നത്തോടുകൂടി ആ രഹസ്യം പരസ്യമാവാൻ വേണ്ടി പോവാണ്. എന്തായാലും മഹേശ്വരന്റെ കളികൾ വെളിച്ചത്താകാനുള്ള ദിവസങ്ങളാണ് ഇനി. എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൗതം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. കാരണം ഗൗതമിന്റെ കീഴിലുള്ള ഒരു പോലീസ് സ്റ്റേഷനടുത്ത് കുറച്ച് അക്രമികൾ വന്ന് ബഹളമുണ്ടാക്കുകയും അങ്ങനെ അവിടെ കുറച്ച് കള്ളന്മാരൊക്കെ കയറുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അത് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം അറിഞ്ഞിട്ടില്ല, അത് അവിടുത്തെ SI മാത്രം അറിഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഗൗതം ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജഗന്നാഥൻ വരുന്നത്. എന്നിട്ട് ജഗന്നാഥൻ പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നം ഈ ഒരു ഇന്ദിവരത്തിൽ നടന്നപ്പോൾ ഒരു കുറ്റവാളി ഇവിടെ കയറി ഇറങ്ങിയിട്ട് പോലും ഇവിടെ ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പുച്ഛം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജഗന്നാഥൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് ഗൗതം ചോദിക്കുമ്പോഴാണ് ജഗന്നാഥൻ പറയുന്നത്, ഞാൻ മംഗലാപുരത്ത് ഇങ്ങനെ നമ്മുടെ ലോഡ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ വെച്ച് നമ്മളെ കമ്പനിയിലോട്ട് തരുന്ന ലോഡ് തരുന്ന ഒരു ഇത് ഷേണായിട്ട് ഞാൻ കണ്ടു, കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മംഗലാപുരത്ത് വലിയൊരു കുറ്റവാളികളുടെ ഒരു സ്ഥലം തന്നെയാണ് മംഗലാപുരത്ത്. അവിടെ ഒരു വലിയൊരു കുറ്റവാളി ഉണ്ടെന്നും അയാളുടെ ഫോട്ടോയൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നി. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് ജഗന്നാഥ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഗൗതം തന്നെ ഞെട്ടിപ്പോയത്. കാരണം അത് ഹേമന്ത് ആയിരുന്നു. ഹേമന്ത് എന്ന് പറയുന്നത് ഗാഥയുടെ ഒരു മുറച്ചേർക്കൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന ഹേമന്ത് അവിടെ വലിയൊരു കൊടും കുറ്റവാളിയാണെന്നും നീരാളി സുധീർ എന്നും പറഞ്ഞാണ് അവന്റെ പേര് അറിയപ്പെടുന്നത് എന്നൊക്കെ അവിടെ ഗൗതമിനോട് പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ മഹേശ്വരൻ ഏട്ടൻ പറഞ്ഞതല്ലേ ഈ ഹേമന്തിനെ അറിയാമെന്ന്, നല്ല പോലെ പരിചയമുണ്ടെന്നൊക്കെ അവിടെ ആ ഒരു രാജേന്ദ്രന്റെ അനന്തരവനാണെന്നൊക്കെ പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാനായിട്ട് ഞാൻ ഏട്ടനെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഗൗതമും ജഗന്നാഥനും കൂടി മഹേശ്വരനോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് മഹേശ്വരനെ ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പൊ മഹേശ്വരനോട് ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു. അപ്പൊ മഹേശ്വരൻ പറഞ്ഞത് ഇത് ഹേമന്ത് ആണെന്നും ഇത് എനിക്ക് അറിയാവുന്നതല്ലേ, കുഞ്ഞുനാൾ മുതലേ ഞാൻ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഗൗതം പറയുന്നത് ഈ ഒരു കണ്ട കാര്യങ്ങളും സുധീറിനെ ഈ ഹേമന്തിന്റെ യഥാർത്ഥ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എങ്ങനെ ഈ ഒരു അയാളെ അറിയാമെന്നൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ കുഞ്ഞുനാള് ഇല്ലേ ഈ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി കാണാതായതല്ലേ, അവൻ അവിടെ നിന്ന് മുങ്ങിയതല്ലേ. അപ്പൊ പിന്നെ അവൻ അതിനുശേഷം അവിടെ ചെന്ന് ഇതേപോലെ കുറ്റവാളി ആയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും, ഇതെന്തായാലും ഇങ്ങനെ വിടാൻ പോകുന്നില്ല. രാജേന്ദ്രന്റെ കുടുംബത്തെ പറ്റിയും അല്ലെങ്കിൽ രാജേന്ദ്രനെ പറ്റിയും രാജേന്ദ്രന്റെ അനന്തരവനാണോ ഹേമന്ത് എന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ അവിടെ ഗൗതം പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ മഹേശ്വരന് ഭയങ്കര ടെൻഷനായി. ഈ ഒരു ഹേമന്തിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹേമന്തിന്റെ പിറകെ ഗൗതം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഒളിപ്പിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും ഗൗതം അറിയും. അങ്ങനെയാണെങ്കിൽ ഇന്ദിവരത്തിന്റെ അസ്ഥിതറ തന്നെ ഇളവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചാണ് മഹേശ്വരൻ നിൽക്കുന്നത്. അങ്ങനെ ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ്. അങ്ങനെ നേരെ ഈ ഒരു കാര്യം ഗൗതം നന്ദയോട് പോയി പറയുന്നുണ്ട്. അപ്പോൾ നന്ദയ്ക്കും ഭയങ്കര ഷോക്കായി പോയി. എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ ഹേമന്തിനെ പറ്റി സുജാതയോട് ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം നന്ദ തടഞ്ഞു, വേണ്ട, ഇത് സുജാത ആന്റിക്ക് വയ്യാതെ സ്ട്രോക്ക് വന്നിരിക്കുകയല്ലേ, അപ്പൊ ഇങ്ങനെ ഒരു ടെൻഷനും കൂടി സുജാത ആന്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്ര മുഷിപ്പിക്കത്തില്ല അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇതെന്തായാലും എന്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല എന്നാണ് അവിടെ ഗൗതം പറഞ്ഞത്. എന്തായാലും ഇനി ഗൗതമിനെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഗൗതം പിറ്റേ ദിവസം തന്നെ നമ്മുടെ വാവച്ചനെ വിളിച്ചിട്ട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഹേമന്ത് ആരാണെന്നും എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വാവച്ചനോട് പറയുകയും ഞാൻ അവനെ അന്വേഷിക്കും, കണ്ടുപിടിക്കും, എന്നിട്ട് നമുക്കൊന്നുകൂടി കാണണം എന്ന് വാവച്ചനോട് പറഞ്ഞിട്ട് കോൾ വയ്ക്കുന്ന സമയത്താണ് ഹേമന്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വാവച്ച, ആരാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ACP ആണെന്നും നിന്നെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നും പറയുകയും, എന്നാൽ ഇനി എനിക്ക് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി നേരിട്ട് ACPയോട് യുദ്ധം ചെയ്യാനാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ACP വിളിക്കാനായിട്ട് ഞാൻ തുടങ്ങുവാണ്. എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ഞാൻ എന്തായാലും ഒന്ന് പരിചയപ്പെട്ട് കളയാം എന്ന് പറഞ്ഞ് ഗൗതമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുവാണ് നമ്മുടെ ഹേമന്ത്.
അങ്ങനെ ഈ ഹേമന്ത് എന്തായാലും ഗൗതമിനെ വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ജഗന്നാഥ ഈ ഒരു സത്യങ്ങളെല്ലാം ഹേമന്തിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും മോഹിനിയോടും നമ്മുടെ പിങ്കിയോടും ലക്ഷ്മിയോടും പറയുന്നുണ്ട്. അപ്പൊ അവർക്കും എല്ലാവർക്കും അത്ഭുതം തോന്നി. പക്ഷെ നന്ദ ആ ഒരു സമയത്ത് പറഞ്ഞതാണ് അവൻ കുറ്റവാളിയാണെന്നും ഒരിക്കലും ഗാഥയെ പിടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നും, പക്ഷെ നമ്മളാണ് അതില് അവൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമയത്ത് മഹേശ്വരൻ സുജാതയും ഗാഥയും വന്ന് കാണുകയും നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത്, നിങ്ങൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, ഇതുവരെ ഞാൻ ഒളിപ്പിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും ഇനിയിപ്പോൾ ഉറപ്പായിട്ട് പുറത്താകാൻ സാധ്യതയുണ്ട്. കാരണം ഹേമന്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഗൗതം അറിയുകയും ഹേമന്തിനെ തേടി പോകുന്ന പോക്കിന് ഉറപ്പായിട്ട് എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങളും ഗൗതം കണ്ടുപിടിക്കും എന്ന് സുജാതയോട് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരാമെന്ന്, ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇങ്ങോട്ട് വരത്തില്ല, പക്ഷേ അവിടെ നിങ്ങൾക്ക് സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് സുജാത പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ മഹേശ്വരൻ പറഞ്ഞത്, നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഞാൻ നിങ്ങളെ മാറ്റും, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോണം, പിന്നെ ഇങ്ങോട്ട് വരരുത്, എൻ്റെ ജീവിതം നശിപ്പിക്കരുത്, എൻ്റെ ഈ ഒരു സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് സുജാതയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് മഹേശ്വരൻ പോകുന്നത്. അപ്പം മഹേശ്വരൻ ഗാഥയോടും സുജാതയോടും വന്ന് സംസാരിക്കുന്നതും അവർ സങ്കടപ്പെടുന്നതൊക്കെ നമ്മുടെ പിങ്കി മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പിങ്കിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷെ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് പിങ്കിക്ക് മനസ്സിലായി. അങ്ങനെ മഹേശ്വരൻ പോയതിന്റെ പിറകെ തന്നെ എന്തായാലും ഇനി ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റത്തില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നന്ദ വരുന്നുണ്ട്. നന്ദ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആന്റി വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം വരുന്നത്. ഗൗതം വന്നിട്ട് ഹേമന്തിനെ പറ്റിയും പിന്നെ നമ്മുടെ രാജേന്ദ്രനെ പറ്റിയും രാജേന്ദ്രന്റെ കുടുംബത്തെ പറ്റിയും എല്ലാ ക്വസ്റ്റ്യങ്ങളും സുജാതയോട് ചോദിക്കുന്നുണ്ട്. അവസാനം രാജേന്ദ്രൻ എങ്ങനെയാ മരിച്ചത്, അല്ലെങ്കിൽ രാജേന്ദ്രന്റെ കുടുംബക്കാരെ എല്ലാവരും നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പൊ ഇല്ല, ഞങ്ങള് മരിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്നൊക്കെ സുജാത പറയുമ്പോൾ എനിക്ക് രാജേന്ദ്രന്റെ കുടുംബത്തിലെ ആരുടെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഹേമന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് രാജേന്ദ്രന്റെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുജാതയ്ക്ക് ശ്വാസം മുട്ടൽ വരികയും അങ്ങനെ പെട്ടെന്ന് വെള്ളം കുടിച്ച് ഭയങ്കര ശ്വാസം എടുക്കാനൊക്കെ തടസ്സമായിട്ട് നിൽക്കുവാണ്. ഈ സമയത്ത് നന്ദ പറയുന്നുണ്ട്, സർ വേണ്ട, സുജാതയ്ക്ക് വയ്യാതിരിക്കുമല്ലേ, വേണ്ട, ഇത് നിർത്ത്, പക്ഷെ ഇതെന്റെ ഡ്യൂട്ടിയാണ് നന്ദ, എനിക്ക് ഇത് നിർത്താൻ പറ്റത്തില്ല, എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചേ പറ്റത്തുള്ളൂ. അവസാനം എന്റെ പേരിൽ എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹേമന്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയേണ്ടതാണ് എന്ന് അവിടെ ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതമിന്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. അപ്പോൾ ഫോൺ എടുത്തു. ഫോൺ വിളിച്ചത് ഹേമന്ത് ആയിരുന്നു. അപ്പൊ ഇത് നിങ്ങളെ വിളിക്കുന്ന ഹേമന്ത് ആണെന്നും ഇനി നമുക്ക് നേർക്കുനേർ പോരാട്ടമാണ്, എന്തായാലും നിങ്ങളെ വിളിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് കണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് ഹേമന്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഹേമന്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഹേശ്വരന്റെ കള്ളികൾ പുറത്താവും. അങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദിവരത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇന്ദിവരത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.